വല്ലാത്ത ട്വിസ്റ്റായിപ്പോയി. നമ്മൾ ഇപ്പോഴെ കാണാറുള്ള ത്രില്ലർ സിനിമകളിലെ പോലെ മൃതദേഹാവശിഷ്ടം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ എല്ലാ തരത്തിലും ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ശരണ്യ പറഞ്ഞു നിർത്തിയതുപോലെ അനിൽകുമാർ തിരിച്ചെത്തണമെങ്കിൽ അയാളെ കൊണ്ടുവരാൻ ആവശ്യമായ തെളിവുകൾ വേണം. പക്ഷെ അതാണിപ്പോൾ പോലീസിന് മുന്നിൽ ഇല്ലാതായിരിക്കുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും പോലീസ്? തീർച്ചയായിട്ടും ശ്രീജ, ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസുകൾ ഒന്നായിരുന്നു ആലപ്പുഴ മാന്നാറിലെ കല എന്ന 27-കാരി കൊല്ലപ്പെട്ട കേസ്. ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് തെളിയിക്കപ്പെടുന്നതല്ല, ഈ കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 2024 ജൂലൈ 1-നാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഇവർ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് 15 വർഷത്തിന് ശേഷം, അതായത് 2009 കാണാതായ കല എന്ന മാന്നാർ സ്വദേശിനി അവർ പലയിടങ്ങളിലായി താമസിക്കുന്നു എന്ന് ബന്ധുക്കളടക്കം വിവരം നൽകുകയും പക്ഷേ ജില്ലാ പോലീസ് മേധാവിയായ ചൈത്ര തെരേസ ജോണിന് 2024 കിട്ടിയ ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവരുന്നത്. ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും അത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കല കൊല്ലപ്പെട്ടുവെന്നും ഒപ്പം തന്നെ കലയെ കൊലപ്പെടുത്തിയവർ ഇതാണെന്നും ഇന്ന ആളുകളാണെന്നും എങ്ങനെ മറവ് ചെയ്തു എന്നതടക്കം വിശദീകരിക്കുന്ന ഒരു കത്തായിരുന്നു ചൈത്ര തെരേസ ജോണിന് ലഭ്യമായത്. അതിനോടൊപ്പം തന്നെ അമ്പലപ്പുഴ പോലീസിൽ ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ഭാര്യ നൽകിയ ഈ പ്രതികളിൽ ഒരാളായ പ്രമോദിന്റെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് ഈ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവർ നൽകിയ നിർണായകമായ ചില വിവരങ്ങൾ, അതായത് ഒരുത്തിയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ഒരു കാര്യം ഭർത്താവ് തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്ന ഭാര്യ നൽകുന്ന മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൂടിയാലോചനകൾക്ക് ശേഷം ഈ ഒരു കേസിലേക്ക് പോലീസ് കടക്കുന്നത്. 2024 ജൂലൈ 1-നാണ് മാന്നാർ പോലീസ് 15 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു തിരോധാനമായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോവുകയും ചെയ്തത്. തുടർന്ന് ഈ പിറ്റേ ദിവസം, അതായത് ജൂലൈ 2-ാം തീയതി പോലീസ് മാന്നാറിലെത്തി അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിലേക്ക് പോകുന്നു. ദീർഘനേരമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അതിനകത്തുനിന്ന് ശരീരാവശിഷ്ടങ്ങളുടേതെന്ന് കരുതുന്ന സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ജിനു, പ്രമോദ്, സോമൻ എന്നീ അനിൽകുമാറുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അനിൽകുമാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച്, മാന്നാറിലെ വലിയ പെരുമ്പുഴ പാലത്തിൽ കലയുടെ മൃതദേഹവുമായി വന്നത് കണ്ടു എന്നുള്ള രീതിയിൽ ഇവർ മൊഴി നൽകിയെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കാറിന്റെ പിൻസീറ്റിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. കലയെ കൊലപ്പെടുത്തിയെന്ന് അനിൽകുമാർ വ്യക്തമാക്കുകയും അതിനുശേഷം ഇത് മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് സാക്ഷിമൊഴി അടക്കം ലഭ്യമായ ഒരു കേസാണ്. അതായത് കലയുടെ മൃതദേഹം പിന്നീട് ഇവർ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീടിന്റെ മുന്നിലെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു എന്നുള്ളതായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പ്രതികളുടെ ഉൾപ്പെടെയുള്ള മൊഴി. പക്ഷേ ഈ കേസിനകത്ത് ഏറ്റവും നിർണായകമായ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളുടേതായ യാതൊന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ആദ്യഘട്ടത്തിൽ തന്നെ കലയുടെ മൃതദേഹം ഇവിടെ തന്നെ ആകുമോ മറവ് ചെയ്തെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. മറ്റൊരു സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ചും പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവർ പ്രതികൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ടാങ്കാണ് വീടിന്റെ മുൻഭാഗത്തോട് ചേർന്ന അനിൽകുമാറിന്റെ വീടിന്റെ മുൻഭാഗത്തോട് ചേർന്നുള്ള ടാങ്കാണ് തുറന്ന ദീർഘനേരമായുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടത്തിയത്. വൈകിട്ടോടുകൂടി ജില്ലാ പോലീസ് മേധാവി ഇങ്ങനെ ഒരു കേസ് FIR ഇട്ടിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റ് പ്രതികളിൽ നിന്ന് മൊഴികൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഈ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ, അതായത് കേസിലെ 1-ാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തൊരു സാഹചര്യം
ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. മറ്റ് ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോകാൻ കഴിയാത്ത വിധം അവർ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ടു. അത് അംഗീകരിക്കാനാവില്ല. അത് മടക്കി അയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് എങ്കിലും പുറപ്പെടുവിച്ചുകൊണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് മാന്നാർ പോലീസ് നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ കല കാണാതായി 2009 കലയെ ഡിസംബറിൽ കാണാതായി എന്ന് പറഞ്ഞതിന് ശേഷം കലയുടെ പല ബന്ധുക്കളടക്കം കല പാലക്കാട് നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെയുള്ള ചില മൊഴികൾ പോലീസ് നൽകിയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലും അവർ അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഞെട്ടിക്കുന്ന മൊഴികളായിരുന്നു ഈ കേസിനകത്ത് ഒപ്പം അനിൽകുമാറിനൊപ്പം സഹായികളായി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. ജീവിച്ചിരുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ 2009 കല ഇവിടുന്ന് പോയ ഘട്ടത്തിൽ തന്നെ ആലുവയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും ആലുവയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുമായി സൗഹൃദമുണ്ടായിരുന്നു. അതിൽ വൈരാഗ്യം തോന്നിയ അനിൽകുമാർ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഈ കലയെ ആലുവയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു മാന്നാർ പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഈ കേസിൽ ഇനി എന്ത് എന്നുള്ളത് ശരി ശരണ്യ, ഞാൻ ഇപ്പോൾ മടങ്ങിയെത്താം. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ സുഭാഷ് ബാബു കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഏറെ പ്രമാദമായ കേസായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വരുന്നു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ നമ്മൾ കേട്ടത് ഒരു സിനിമാ കഥയൊക്കെ വെല്ലുന്ന ഒരു കൊലപാതക കഥയൊക്കെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണമെന്നതാണ്. ഈ സാക്ഷിമൊഴികൾ, മൃതദേഹം തങ്ങൾ കൊണ്ടിട്ടു എന്ന് പറഞ്ഞ സാക്ഷിമൊഴികൾ കൂടി ഉള്ളപ്പോൾ അവിടെ മൃതദേഹാവശിഷ്ടം കിട്ടിയില്ലെങ്കിൽ ഇനി എന്തു ചെയ്യും? പ്രത്യേകിച്ച് ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രയേലിലാണ്. അയാളെ തിരിച്ചെത്തിക്കാൻ ഇപ്പോൾ ഈ 1 വർഷമായിട്ടും യാതൊരു തരത്തിലും പോലീസിന് യാതൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അല്ല, അതില് കോർപ്പസ് ഡിറ്റക്ട്, അതായത് നമ്മള് മരിച്ച ആളിന്റെ ശവശരീരം കണ്ടുപിടിച്ചിട്ട് അയാൾ ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ്, അല്ലെ ആ സ്ത്രീ തന്നെ ആണ് മരിച്ചത് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് കൊലക്കേസുകളിലെ പ്രധാനപ്പെട്ട ഘടകം. അത് ഇവിടെ സാധിക്കാത്തിടത്തോളം അവസരത്തിൽ കൊലക്കേസിന്റെ പ്രസക്തി കുറഞ്ഞു വരും. പിന്നെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാണ്ട് അത് കിട്ടുക എന്ന് പറഞ്ഞപ്പോ അവര് അവിടെ കൊണ്ടുവന്ന് ഈ ടാങ്കിനകത്ത് ഇട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ടാങ്ക് പരിശോധിക്കുന്ന അവസരത്തിൽ അതിന്റെ അവശിഷ്ടങ്ങളോ അത് അവിടെ ഉണ്ടായിരുന്ന സാന്നിധ്യത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇട്ടിട്ടില്ല എന്ന് നമുക്ക് ശാസ്ത്രീയമായി ഒരു നിഗമനത്തിലെത്തണം. പക്ഷെ അവിടെയുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മറ്റാളുകളുടെ സഹായികളോട് ഈ ടാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെ നിന്ന് പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായിട്ട് അവിടെ നിന്ന് അതെടുത്ത് മാറ്റി അദ്ദേഹത്തിന്റെ സ്വയമായിട്ടോ ഇനി മറ്റാരുടെയെങ്കിലും സഹായത്തോടെ വേറൊരു സ്ഥലത്ത് കൊണ്ടിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ശരി, അതില് അനിൽകുമാറിനെ കിട്ടി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ കൂടുതൽ ദുരൂഹ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ